നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധിയുടെ വർഷം 6000 രൂപ ധനസഹായം ലഭിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി, ഇതിൽ രജിസ്റ്റർ ചെയ്ത ID ജനറേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ജനറേറ്റ് ചെയ്തവർക്ക് ഇനി തടസ്സം കൂടാതെ ആനുകൂല്യം എത്തിച്ചേരും. അതുമാത്രമല്ല, ഇനി ചെയ്യാനുള്ളവർ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ജൂലൈ മാസം 31-ാം തീയതിയോടെ ഇത് ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ മൊബൈൽ നമ്പർ, ഇത്തരം രേഖകളുമായിട്ട് വേണം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലോ ഇതെത്തി പൂർത്തീകരിക്കുന്നതിന്. OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഗുണഭോക്താവ് നേരിട്ടെത്തിയില്ല എങ്കിലും വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും എത്തി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നിർദ്ദേശപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ഈ ചെയ്യാൻ പോകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് വിവിധ കാര്യങ്ങളുണ്ട്. ഏകദേശം 3 പ്രധാന കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കിസാൻ സമ്മാൻ നിധിയുടെ പുതുക്കൽ പ്രക്രിയയായിട്ടുള്ള ഇലക്ട്രോണിക് KYC, അതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. ഇനി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ്, നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതും കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ വീണ്ടും നമുക്ക് ധനസഹായം ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഗൃഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയുണ്ട്. സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, അല്ലെങ്കിൽ പ്രത്യേക സമുദായങ്ങളോ സൊസൈറ്റികളോ ട്രസ്റ്റുകളോ ഇവർക്കെല്ലാം തന്നെ സ്പോൺസർ ചെയ്യുന്നതിനുള്ളൊരു സുവർണ അവസരം കൂടിയാണിത്. വിവിധ സംഘടനകൾക്ക് ഈ രീതിയിൽ ഈ ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, അവർ തന്നെ ഗുണഭോക്താക്കളെ നിർദ്ദേശിക്കുകയും വേണം, അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ അവർക്ക് തന്നെ കണ്ടെത്തി അത് സജസ്റ്റ് ചെയ്യാം. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പോൺസറിൻ്റെ വിഹിതം 1 ലക്ഷം രൂപ മതി. അവർ കണ്ടെത്തുന്ന ഗുണഭോക്താവിനും 1 ലക്ഷം രൂപ എടുക്കാനുണ്ടായിരിക്കണം. അതായത് സ്പോൺസറുടെ വിഹിതം 1 ലക്ഷം, അതോടൊപ്പം തന്നെ ഗുണഭോക്തൃ വിഹിതം 1 ലക്ഷം. ഇത് രണ്ടും നിശ്ചിത ദിവസത്തിൽ, അത് ഭവന നിർമ്മാണ ബോർഡ് പറയുന്നതനുസരിച്ച് കരാറിലേർപ്പെട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ എല്ലാം പൂർത്തിയാക്കിയ ശേഷം പറയുന്ന ഒരു നിശ്ചിത അക്കൗണ്ടിലേക്ക് അത് നിക്ഷേപിക്കുകയും വേണം. ഓരോ ലക്ഷം രൂപ വീതം 20 നിക്ഷേപിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭവന നിർമ്മാണ ബോർഡിൻ്റെ സബ്സിഡി ആയിട്ടുള്ള 3 ലക്ഷം രൂപ കൂടി റിലീസ് ചെയ്യുക. അതിനുശേഷം ഇത് ഗഡുക്കളായിട്ട് നമുക്ക് തിരികെ തരുന്ന രീതിയാണ്. നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള 2 ലക്ഷവും അതോടൊപ്പം തന്നെ സബ്സിഡി 3 ലക്ഷവും അത് പല ഗഡുക്കളായിട്ടായിരിക്കും നമുക്ക് തിരികെ ലഭിക്കുക. അതുമാത്രമല്ല, ഏകദേശം 900 സ്ക്വയർ ഫീറ്റ് അടുത്ത് വിസ്തീർണമുള്ള വീട് പണിയുന്നതിനുള്ള സാമ്പത്തിക സഹായമാണ് ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ ഈ വിവരം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ, ട്രസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ സ്കീമിനെ പറ്റി മനസ്സിലാക്കുക. എല്ലാ വർഷവുമുള്ള സ്കീമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സാമൂഹ്യ സേവന പ്രവർത്തനം ഇതിലൂടെ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതുമായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം നടക്കുന്നത് മഞ്ഞ നിറമുള്ള AV റേഷൻ കാർഡുകൾക്കായിരിക്കും. അതായത് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും ഓണക്കിറ്റിൻ്റെ വിതരണം ഉണ്ടാവുക. 15 ഇനങ്ങളടങ്ങിയ കിറ്റായിരിക്കും വിതരണം ചെയ്യുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ 1/2 കിലോ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യം, 1/2 കിലോ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചതുപോലെ തന്നെ വിവിധ മസാലക്കൂട്ടുകൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പായസ കിറ്റ്, അങ്ങനെ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളായിരിക്കും കിറ്റിലുണ്ടാവുക. ഇതോടൊപ്പം തന്നെ APL വിഭാഗത്തിൽ നീല, വെള്ള റേഷൻ കാർഡുകൾ, നീല റേഷൻ കാർഡുകൾക്ക് 10 കിലോ അധിക വിഹിതമായിട്ട് അരി ഉണ്ടാവും, 10 രൂപ 90 പൈസ നിരക്കിൽ. വെള്ള റേഷൻ കാർഡുകൾക്ക് 15 കിലോയോളം അരി ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. അതും 10 രൂപ 90 പൈസ നിരക്കിൽ സ്പെഷ്യൽ അരി ആയിട്ടായിരിക്കും ഇവർക്ക് വിതരണം ചെയ്യുക. സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ അരിയുടെയൊക്കെ വിതരണം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് അഭ്യർത്ഥന നടത്തിയിരുന്നുവെങ്കിലും അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ഓണക്കാലത്ത് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.